മാധ്യമം പ്രസിദ്ധീകരിച്ചപ്പോൾ, മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ധാരാളം ആളുകൾ ഇങ്ങനെ അന്നൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനായിരിക്കില്ല അത് പോസ്റ്റ് ചെയ്യുന്നത്, പലപ്പോഴും സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മലയാള കവിതയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ഗീത ടീച്ചറായിരുന്നു അത് പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവരൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ കമൻറ്റ് എഴുതി ചോദിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്തിനാണ് ഒരു ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിലൊരു കവി? നിങ്ങൾക്കൊന്നുകിൽ ആണായിരിക്കാം അല്ലെങ്കിൽ പെണ്ണായിരിക്കാം, എന്തിനാണ് ട്രാൻസ്ജെൻഡർ കവി എന്ന് പറയുന്നതെന്ന് പലരും ചോദിച്ച് കണ്ടിരുന്നു. പക്ഷെ 4-മോ 5-മോ ആയി മരണാനന്തരം എന്നൊരു കവിത പ്രസിദ്ധീകരിച്ച് വന്ന ശേഷം പ്രബുദ്ധരായ മലയാളി ആ ചോദ്യം അവസാനിപ്പിച്ചു. കാരണം ആ ഒരു കവിത കൃത്യമായി തന്നെ ഈ ഒരു രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതയാണ്. അത് പിൽക്കാലത്ത് MG യൂണിവേഴ്സിറ്റി തൊട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റി വരെ, ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇലക്റ്റീവ് പേപ്പറിൽ വരെ അത് പഠിക്കാനുണ്ട്. ആ കവിത വരുമ്പോഴാണ് ട്രാൻസ്ജെൻഡർ സാന്നിധ്യം മലയാള സാഹിത്യത്തിൽ എന്തുകൊണ്ട് അനിവാര്യമാണ് എന്നത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലായത്. അവിടുന്ന് ഇങ്ങോട്ട് ഈ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്തും അല്ലാതെയും ഒക്കെ കവിതകൾ വായിക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ മലയാള ഭാഷ പഠിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഇന്ന് മലയാള സാഹിത്യത്തിൽ 500ഓളം കവിതകൾ എൻ്റേതായിട്ടുണ്ടെങ്കിൽ ഞാൻ നന്ദി പറയുന്ന സത്യത്തിൽ മലയാളക്കരയിൽ ജീവിക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടുമാണ്. ഈ നീതികേടിന് ലിംഗഭേദമില്ല എന്ന് ഞാൻ ഉറക്കെ പറയും. നമ്മൾ പറയും സ്ത്രീകൾക്കാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യരെ കൂടുതൽ മനസ്സിലാകുക, എന്നാൽ അത് തെറ്റാണ്. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അതിൽ ഭൂരിഭാഗം വരുന്ന ഫേക്ക് ഐഡികളും സ്ത്രീകളുടേതാണ്. അതിലൂടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജെൻഡർ സ്പെക്ട്രം അല്ല, മറിച്ച് ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു അത്യാവശ്യത്തെ പറ്റിയാണ്. അതായത് നിങ്ങൾ സ്ത്രീയാണോ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ഇന്ന കാറ്റഗറി, ഇന്ന പാറ്റേൺ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്ത്രീയായിരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ആവർത്തിച്ച് അനുസരിപ്പിക്കുന്ന ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി പ്രൊപ്പഗാൻഡ നമ്മളിന്ന് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എന്നെ മുന്നേ കേട്ടിട്ടുള്ളവർ ആലോചിക്കുന്നുണ്ടാവും, വളരെ ആവേശത്തോടെയാണല്ലോ മല്ലിക മുൻപൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം എന്ത് പറ്റി മല്ലികയ്ക്ക്? മല്ലികയുടെ ഭാഷയിൽ അല്ലെങ്കിൽ ശൈലിയിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന്. സത്യം പറയാലോ, ഈ മനുഷ്യരുടെ ഇടയിൽ, അതായത് ഈ മലയാളികളുടെ ഇടയിൽ 40 വർഷം ജീവിച്ചു എന്നതിന് ഞാൻ വളരെയേറെ അഭിമാനിക്കുന്ന ഒരാളാണ്. കാരണം ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോഴും എവിടെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന വലിയൊരു ചോദ്യം ഞാനടങ്ങുന്നൊരു വലിയ സമൂഹം ഇന്നും അനുഭവിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രഹരങ്ങൾ ഏറ്റുകൊണ്ട് ഒരു ദളിതായിരിക്കെ, ഒരു കറുത്ത നിറമുള്ള ഒരു ഉടലുണ്ടായിരിക്കെ, ഇൻ്റർസെക്സ് ആയിരിക്കെ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ കേരളത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളോടൊപ്പം പറയാം. അടുത്ത ആഴ്ച, അതായത് 12-ാം തീയതി കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ കഥാസമാഹാരം പുറത്തു വരുവാണ്. എൻ്റെ 11-ാമത്തെ പുസ്തകം കൂടിയാണ്. 11-ാമത്തെ പുസ്തകമാണ്. ഈ വർഷം ഇറങ്ങുന്ന 2-ാമത്തെ പുസ്തകം കൂടിയാണ്. മലയാളത്തിലാണ് ആദ്യത്തെ ആ കഥാസമാഹാരം വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരെയും അതുപോലെ എന്നെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ആളുകളുടെ പേരുകളാണ് പലപ്പോഴും വരാനിരിക്കുന്ന കഥാസമാഹാരങ്ങളിലെ വില്ലന്മാർക്കും വില്ലത്തിമാർക്കും ഒക്കെ ഇടുന്നത്. ചുരുങ്ങിയൊരു പണിയല്ല, അവരെ കൊണ്ടൊരു 3-4 ബലാത്സംഗവും ഒരു 5-6 പീഡനവും 4-5 കഞ്ചാവ് കടത്തലും ഒക്കെ കഥാപാത്രങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വേറൊന്നും വൃത്തിയില്ല. കാരണം നമുക്കിപ്പോൾ തോക്കെടുത്ത് പോയി അവരെ കൊല്ലാനോ അല്ലെങ്കിൽ അവരെ തല്ലാനോ അല്ലെങ്കിൽ ഗുണ്ടകളെ ഏർപ്പാടാക്കാനോ ഒന്നും ഒരു കവിക്ക് സാധിക്കില്ല. ഒരു കവിയെ സംബന്ധിച്ച് കവിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മധുരമായ പ്രതികാരം എന്നത് ഒന്നുകിൽ കവിത എഴുതുക, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളെ അതേ പേരുള്ള അല്ലെങ്കിൽ അതേ സ്വഭാവമുള്ള വ്യക്തിഹത്യ നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല. ഏറ്റവും മനോഹരമായിട്ടാണ് നമ്മൾ അവരെ അവതരിപ്പിക്കുന്നത്. കാരണം ഇതൊക്കെ കഥകളാണല്ലോ. ലോകത്ത് പടർന്നു കിടക്കുന്ന ഭൂഖണ്ഡങ്ങളിലെ മനുഷ്യരെ എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് തുന്നിച്ചേർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് കഥയാണ്. നമ്മൾ ആരും ഈ പറയുന്ന നെൽസൺ മണ്ടേലയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പക്ഷെ കണ്ടവരുണ്ടായിരിക്കാം. ഞാനൊക്കെ വളരെ ചെറുതായിരിക്കുന്ന സമയത്താണ്
അവർ നമ്മളെ വിട്ടു പോകുന്നു. അപ്പോൾ ഇത്തരം ആളുകളുടെ കഥകളിലൂടെ, അല്ലെങ്കിൽ ഝാൻസി റാണിയെ പോലുള്ളവരുടെ കഥകളിലൂടെ, പറഞ്ഞും എഴുതിയും വായിച്ചുമുള്ള കഥകളിലൂടെയാണ് നമ്മൾ അവരെ അറിയുന്നത്. അപ്പോൾ അത്തരം കഥകൾ എഴുതി ഒരു പുതിയ ക്രാഫ്റ്റ് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷം. രാഘവേട്ടൻ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, കുറേ കാലമായിട്ട് കാണുന്നില്ലല്ലോ, പുറത്ത് പരിപാടികൾക്കൊന്നും വരുന്നില്ലല്ലോ എന്ന്. 2 കാരണങ്ങളായിരുന്നു. ഒന്ന്, ഞാൻ സൗകര്യപൂർവ്വം ഇരുന്ന് കഥകൾ എഴുതുകയായിരുന്നു. കഥ മാത്രമല്ല, ആദ്യത്തെ സംസ്കൃത കവിതാ സമാഹാരം ഉടനെ പുറത്തു വരും, അതിൻ്റെ എഡിറ്റിംഗ് നടക്കുന്നു. 2ാമത്തെ ഹിന്ദി പുസ്തകം വരുന്നു, അതിൻ്റെ തിരക്ക്. എൻ്റെ സമയം മുഴുവനും ഞാൻ എഴുത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു 500 വർഷങ്ങൾക്ക് ശേഷം പുതിയ റിസർച്ച് ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ട്രാൻസ്ജെൻഡറായ ആളുകൾ ഉണ്ടായിരുന്നോ, അവരെ പറ്റി പഠിച്ചിരുന്നോ, പുസ്തകങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള അന്വേഷണങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് കൂടി പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക എന്നൊരു സാഹിത്യ കർമ്മത്തിൽ കൂടി ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നം, ഞങ്ങളുടെ പൂർവികർ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എഴുത്തുകൾ, ക്വീർ എഴുത്തുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആകെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് സംഘകാലഘട്ടങ്ങളിലെ എഴുത്തുകളാണ്. അത് എത്രമാത്രം മാനിപ്പുലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആണോ അല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ അറിയാത്തൊരു സാഹചര്യത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യർ എഴുതിയ സാഹിത്യം ഉണ്ടായിരിക്കണം എന്നത് ഒരു അനിവാര്യത കൂടിയാണ്. ഞാൻ നിങ്ങളോട് എൻ്റെ വ്യതകളെപ്പറ്റി പറയാനല്ല വന്നത്, മറിച്ച് ഇത് സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മാത്രം. നിങ്ങളിൽ എത്ര പേർക്ക് ബയോളജിക്കലി മനുഷ്യനാണും പെണ്ണും മാത്രമായിട്ടല്ല ജനിക്കുന്നത് എന്നറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മനുഷ്യനാണും പെണ്ണും മാത്രമായിട്ടല്ല ജനിക്കുന്നത്, ഇൻ്റർസെക്സ് എന്നൊരു വിഭാഗം കൂടിയുണ്ട്. ഒരു പക്ഷേ അത്തരത്തിൽ ഒരു ലിംഗാവസ്ഥ ഉണ്ട് എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടായിരിക്കാം 2016 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് തുല്യ അവകാശം നൽകണം, അല്ലെങ്കിൽ നൽകുന്നു എന്ന് ഒരു പ്രസ്താവന കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ 3ാം ലിംഗം എന്നൊരു പദം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഭിന്നലിംഗം